നിത്യജീവിതത്തിലെ സന്ദേഹങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന ആശ്വാസധാരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവെ സ്വാഗതം. കുറേയേറെ കത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് വളരെ ഈ കാലത്ത് പലരെയും അലട്ടുന്ന, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധി ഷെയർ ചെയ്യുന്ന ഒരു കത്താണ് ഞാൻ വായിക്കാനായിട്ട് പോകുന്നത്. കത്ത് വായിക്കട്ടെ. ഞാനൊരു ഉത്തമ കത്തോലിക്ക വിശ്വാസിയാണെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോകാറുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കാറുമുണ്ട്, ഇടയ്ക്കൊക്കെ കുമ്പസാരിക്കാറുമുണ്ട്. വരുമാനത്തിൻ്റെ 10% ദാനം ചെയ്യാറുണ്ട്. എൻ്റെ മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. അവരുടെ ജീവിതശൈലിയും ഇപ്രകാരമായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. പണ്ട് ഞാനൊരു ബിസിനസ് ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്കൊരു ബിസിനസ് പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഒരു കട നടത്തുകയായിരുന്നു. തുടക്കത്തിൽ നല്ല വരുമാനം ഉണ്ടായിരുന്ന കടയിൽ പിന്നെ വരുമാനം കുറഞ്ഞു, നഷ്ടത്തിലേക്ക് പോയി. കട പൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നീട് ഞാൻ ബിസിനസ്സിൽ ഉണ്ടായ പരാജയത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചപ്പോൾ എൻ്റെ പാർട്ട്ണർ എന്നെ വളരെ മനോഹരമായി വഞ്ചിക്കുകയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. സ്റ്റോക്ക് എടുക്കലിലും വളരെ വലിയ കൃത്രിമത്വം അയാൾ കാട്ടി. കള്ള ബില്ലുകൾ ഉണ്ടാക്കി. അയാളോട് എനിക്ക് വലിയ പകയായി. അയാളെ കൊന്നാലോ എന്ന് പോലും ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു. അയാളോട് ഇന്നും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. മറക്കാനും പൊറുക്കുവാനും ആവുന്നത്ര ശ്രമിച്ചു നോക്കി, പക്ഷേ സാധിക്കുന്നില്ല. ഞാൻ കത്തിൽ ആദ്യം ചോദിച്ച പ്രസ്താവന ചോദ്യരൂപത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പിതാവെ, ഞാൻ ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസിയാണോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമെന്നുള്ളത് സത്യമാണ്. കാരണം ക്ഷമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ വ്യക്തി സ്വാഭാവികമായിട്ടും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ക്ഷമിക്കാൻ പറ്റാതിരിക്കുക, ഒരാളുടെ സ്നേഹമില്ലാതിരിക്കുക, വെറുപ്പ് മനസ്സിലുണ്ടായിരിക്കുക എന്നുള്ളത്. അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം കൂടെയുണ്ട്. പക്ഷേ ശരിയായൊരു ദൈവാനുഭവത്തിലേക്കോ സമാധാനത്തിലേക്കോ സന്തോഷത്തിലേക്കോ ഒന്നും വരാനായിട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാധ്യമല്ല. അതുകൊണ്ട് അതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഈ ക്ഷമിക്കാൻ പറ്റാതിരിക്കുക, സ്നേഹിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായി മാറുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം ക്ഷമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ കാരണം ദൈവം സ്നേഹമാണ്. ദൈവം തന്നെ അനന്ത സ്നേഹത്തിൽ നിന്നാണ് സൃഷ്ടി നടത്തുന്നത്. ആ സൃഷ്ടിയുടെ മകുടമായിട്ട്, പ്രപഞ്ചത്തിൻ്റെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തെ മറന്നു, ദൈവത്തിൻ്റെ സ്നേഹം തിരസ്കരിച്ചു, ദൈവത്തിന് പുറംതിരിഞ്ഞു. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു നിരാസം സംഭവിച്ചതോടുകൂടി അവൻ അകന്നുപോയി. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ പ്രകാശനമാണ് ഈശോമിശിഹ, പുത്രനായ മിശിഹ തമ്പുരാൻ. ഈശോമിശിഹായിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിതമായി. അവിടുന്ന് വന്നത് തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ പ്രകാശനത്തിലൂടെ, വലിയ ത്യാഗസമർപ്പണത്തിലൂടെ മനുഷ്യനെ തിരികെ ദൈവസന്നിധിയിലേക്ക് വിളിക്കാനാണല്ലോ. അപ്പോൾ ആ ഒരു വലിയ കൃപ, ആ വലിയ സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥ അത് വേദഗ്രന്ഥം മുഴുവനും അവതരിപ്പിക്കുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെ അടയാളപ്പെടുത്താനായിട്ട്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഹെസ്സദ്, റഹം. ഹെസ്സദ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ അൺകണ്ടീഷണൽ ലവ്, ഉടമ്പടിയുടെ വലിയ സ്നേഹമാണ്. ദൈവം മനുഷ്യൻ ഉടമ്പടി ലംഘിച്ചാലും ദൈവം സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണെന്ന ആ ഒരു ആശയം. റഹം അല്ലെ റഹ്മീം എന്നൊക്കെ പറയുന്നത് ഒരു അമ്മയുടെ ഉദരത്തിലുള്ള ശിശുവിനോട് അമ്മയ്ക്കുള്ള ബന്ധം, പത്രമാത്രം ഒരു മാതൃസ്നേഹത്തിൻ്റെ തീവ്രത, എല്ലാം മറന്ന് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന സ്നേഹത്തെ അടയാളപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന 2 പദപ്രയോഗങ്ങളാണിത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത് ഈശോയിലാണ്. ഈശോ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണെന്ന വലിയ ഒരു സത്യം, അല്ലെ ദൈവം സ്നേഹമാണെന്ന സത്യം യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇത് വ്യക്തമാണല്ലോ. എന്നിട്ട് പറയും, ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഒരാൾ കള്ളം പറയുന്നു. ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നത് മനുഷ്യനെ കൂടി സ്നേഹിക്കുമ്പോഴാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം അവൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ആശയമാണ്. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രമാണം എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക,
തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ പ്രമാണത്തിൻ്റെ ലംഘനത്തിൽ ദൈവത്തോടുള്ള ബന്ധം അന്യമാകുന്നു, തകർന്നു പോകുന്നു. ആ പ്രതിസന്ധിയാണ് അതിജീവിക്കേണ്ടത്. അതിന് കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മറുപടി. കാൽവരിയിലെ കുരിശിലെ സ്നേഹം അത് ക്ഷമയുടെ ഏറ്റവും പൂർണ്ണതയാണ്. യാതൊരു തെറ്റും ചെയ്യാത്തവൻ കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ പിതാവെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയായാൽ ഇവർക്ക് മാപ്പ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്ന മിശിഹ, അന്ധൻ്റെ കണ്ണിലേക്ക് അവസാനത്തെ ആ തുള്ളി രക്തവും വെള്ളവും വീഴിച്ചുകൊണ്ട് കാഴ്ച കൊടുക്കുന്ന കർത്താവ്, അവൻ്റെ വാക്കുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്. ആ ഒരു സ്നേഹത്തിലേക്ക് മടങ്ങുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എളുപ്പമല്ല, തീക്ഷ്ണമായ പ്രാർത്ഥന അതിനാവശ്യമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രതികാരം, അതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. പ്രതികാരത്തിൻ്റെ ഒരു ആഹ്ലാദം നമ്മുടെ സിനിമകളിൽ മിക്കവാറും പ്രമേയമായിട്ട് വരുന്ന പ്രതികാരമാണ്. ഏറ്റവും അവസാനം ഈ എതിരാളിയുടെ ഒരു വലിയ പരാജയം, ആ പരാജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ടാണ് ഓരോ ആൾക്കാരും തിയേറ്റർ വിട്ടു വരുന്നത്. കുട്ടികളുടെ ചിത്രകഥ ആണെങ്കിൽ പോലും ഈ ശത്രുക്കൾ തമ്മിലുള്ള വലിയ യുദ്ധങ്ങളുടെയും പ്രതികാരത്തിൻ്റെയും കഥയാണ്. കുട്ടികൾ തൊട്ട് വായിച്ചു വരുന്ന അത്തരം കഥ, വെടിവെച്ച് കൊല്ലുന്ന അല്ലേ, വെടിവെച്ച് കൊല്ലുന്ന ഗെയിമുകൾ, വീഡിയോ ഗെയിംസ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു പ്രതികാരത്തിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ക്ഷമയുടെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണോ? സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരുപക്ഷെ നേരത്തേനേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള ഒരു തെറ്റായ സംസ്കാരം എന്ന് വെച്ചാൽ ഒരു പ്രതികാരത്തിൻ്റെ സംസ്കാരം വളർന്നു വരുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു സിനിമയുടെ വിജയം പോലും ഇരിക്കുന്നത് എതിരാളിയെ വകവരുത്തി വിജയിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ നായകൻ മരിക്കുന്ന പടങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നായകൻ മരിക്കുന്ന പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പോൾ വലിയ പ്രശ്നമാണത്. നായകൻ അവനെ അടിച്ച് തകർത്തിരിക്കണം, അല്ലെ കൊന്ന് തള്ളിയിരിക്കണം. അതിലാണ് ആഹ്ലാദിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ കൂടുതൽ പ്രതികാര ദാഹം മനുഷ്യനിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് കൊച്ചു പ്രായത്തിൽ തന്നെ അത് വരുന്നുണ്ട്. പക്ഷേ ചെറുപ്പത്തിലൊക്കെ കാണുന്ന പടങ്ങൾ, വീഡിയോ ഗെയിംസ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ശത്രുവിനെ ഇല്ലെന്നാക്കുക എന്നുള്ളൊരു ചിന്ത വരുന്നതുകൊണ്ട് തന്നെ ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ ആ സുവിശേഷ മൂല്യം ഇല്ലെന്നാകുന്നു എന്നുള്ള വലിയ സങ്കടമുണ്ട്. സത്യത്തിൽ ഈ സംസ്കാരത്തിനെതിരെയുള്ള ഒരു പ്രതിസംസ്കാരം, ഒരു വ്യക്തമായൊരു നിലപാട്, അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതിലേക്ക് വന്നേ മതിയാവും. കർത്താവിൻ്റെ വചനം തന്നെ നമ്മോട് പറയുന്നുണ്ടല്ലോ, മലയിലെ പ്രസംഗത്തിൻ്റെ ആ ഹൃദയം എന്ന് പറയുന്നത് തന്നെ അതാണ്. മലയിലെ പ്രസംഗം മത്തായി സുവിശേഷം 5-ാം അധ്യായം, ലൂക്കായിലാണ് 6-ാം അധ്യായം. അതിനകത്തൊക്കെ പറയുന്ന ആ കാര്യം, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. 5:43 മത്തായി സുവിശേഷം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുവാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈശോ മിശിഹായിൽ നമ്മൾ പിതാവിൻ്റെ മക്കളായിട്ട് ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ ദൈവപിതാവിനെ അപ്പനായി കണ്ട് സ്നേഹിച്ച ആ സ്നേഹത്തിൽ വളരാൻ, ആ ദൈവാനുഭവത്തിലായിരിക്കാൻ സാധിക്കണമെങ്കിൽ ക്ഷമിച്ച് മതിയാകൂ എന്നുള്ള വലിയൊരു സമർപ്പണം അത് ശരിക്കും പറഞ്ഞു. അതിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. അത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. അതിനുവേണ്ടിയുള്ള തീക്ഷ്ണമായ പരിശ്രമങ്ങൾ, കർത്താവിൻ്റെ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് ആ കൃപ സ്വീകരിക്കണം. നമ്മളതിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മൾ സാവധാനം വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രൈസ്തവ ക്ഷമ എന്ന് പറയുന്ന ഒരുതരം കീഴടങ്ങൽ, നിർമ്മമത, അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ അടിയറ വയ്ക്കൽ, ഇതൊക്കെയാണ് എന്നുള്ള ഒരു ധാരണ പൊതുവെ ചിലർക്കെങ്കിലും ഉണ്ട്. ഇപ്പം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയുണ്ട്, ഹിഗ്വിറ്റ എന്ന് പറയുന്ന NS മാധവൻ്റെ കഥയിൽ. അതിലെ ഗീവർഗീസ് അച്ഛൻ ക്രിസ്തുവിൻ്റെ കളിക്കളം വിട്ടിട്ട് ഫുട്ബോളിൻ്റെ കളിക്കളത്തിലേക്ക്, എതിരാളിയുടെ ഗോൾ പോസ്റ്റിലോട്ട് പോയി ഗോളടിക്കുന്ന തരത്തിലേക്ക് വേറൊരു തരം ഭാഷ സ്വീകരിക്കുന്നുണ്ട്. കീഴടങ്ങലിൻ്റേതല്ല, കീഴടക്കലിൻ്റെ ഒരു ഭാഷ സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്രൈസ്തവ ക്ഷമ, അല്ലെങ്കിൽ ആ ക്ഷമയുടെ സംസ്കാരം ഒരുതരം നിർമ്മമമായ ഒരു ജീവിത ആവാസ വ്യവസ്ഥയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. വാസ്തവത്തിൽ ഇതൊരു വലിയ ഫൈറ്റാണിത്. ലോകത്തിൻ്റെ ഭാഷ വളരെ വശ്യമാണ്. ഈ വശ്യമായ ലോകത്തിൻ്റെ ഭാഷയാണ് പൊതുവെ വ്യാപിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തന്നെ ആ ഭാഷയിലേക്ക് നമ്മൾ കീഴടങ്ങുക. സത്യത്തിലേക്ക് ലോകത്തിൻ്റെ ആ ഒരു വശ്യമായ പോരാട്ടത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതികാരത്തിൻ്റെ ഒരു ഭാഷയ്ക്ക് നമ്മൾ കീഴടങ്ങുകയാണ്. അതാണ് സത്യത്തിൽ കീഴടങ്ങൽ. ക്ഷമയെന്ന് പറഞ്ഞാൽ വിജയമാണ്. കാൽവരിയിലെ മിശിഹായുടെ കുരിശുമരണത്തെ സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് പരാജയമായിട്ടല്ല, ഒരു പരാജയത്തിൻ്റെ നിലവിളിയല്ല, ഒരു വിജയത്തിൻ്റെ ഒരു വലിയ ആഹ്ലാദമാണ് അവിടെയുള്ളത്. പൂർണ്ണമായിട്ടും ദൈവപിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കി മാപ്പ് കൊടുക്കുന്ന, 100% ക്ഷമിക്കുന്ന വിജയ ശ്രീലാളിതനായ മിശിഹായാണ് കുരിശിൽ ഉറങ്ങുന്നത്. അതുകൊണ്ട് കുരിശിൽ ഉറങ്ങുകയാണ്
എന്നൊക്കെ ആ അർത്ഥത്തിലാണ് സഭാപിതാക്കന്മാരൊക്കെ മിശിഹായുടെ മരണത്തെ പറയുന്നത്. അതൊരു വലിയ ഒരു വിജയമാണ്. വാസ്തവത്തിൽ ക്ഷമിക്കാൻ പറ്റുന്നത് സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ല. പ്രതികരിക്കാനും പ്രതികാരം ചെയ്യാനും, പ്രതികരിക്കുക സ്വാഭാവികമായ നല്ല പ്രതികരണമല്ല ഉദ്ദേശിക്കുക, ഒരു നെഗറ്റീവായിട്ടുള്ള പ്രതികരണം പ്രതികാരം ചെയ്തുകൊണ്ട് ഒരാളെ ഇല്ലെന്നാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതിനകത്തൊരു ഭീരുത്വം കൂടിയുണ്ട് അർത്ഥത്തിൽ പറഞ്ഞു. പക്ഷേ ക്ഷമിക്കുക എന്ന് പറയുന്നത് സാഹസികമാണ്. അതൊരിക്കലും ഒരു പരാജിതൻ്റെ മുഖമല്ല, അതൊരു വിജയത്തിൻ്റെ ഒരു കാഹളമാണത്. ചരിത്രത്തിൽ ധാരാളം മാത്രം ഉദാഹരണങ്ങളുണ്ട്. റാണി മരിയ എന്ന വാഴ്ത്തപ്പെട്ടവരുടെ ജീവിതം കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കുർബാന ചൊല്ലി തോർക്കുന്നുണ്ട്. പുല്ലുവഴിയിൽ 24ാമത്തെ വാർഷികം. റാണി മരിയയുടെ ജീവിതം ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീരോചിതമായ സമർപ്പണമായിരുന്നു. ഒരു സന്യാസത്തിൻ്റെ വലിയൊരു സമർപ്പണമായിരുന്നു. ഇരുണ്ടുമൂടിയ ഒരു മേഖലകളിലേക്ക്, വിദ്യാഭ്യാസം കടന്നു ചെല്ലാത്ത അവഗണിക്കപ്പെട്ട മേഖലകളിലേക്ക്, ചെറ്റക്കുടലുകളിലേക്ക് കുർബാനയിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തിയുമായിട്ട്, വിരലിൽ ഉരുളുന്ന ജപമാലയുമായിട്ട് കടന്നു ചെല്ലുന്ന ഒരു ധീരമായ സന്യാസ ജീവിതത്തിൻ്റെ സമർപ്പണം. പക്ഷേ ഇത്രയേറെ നന്മ ചെയ്ത മനുഷ്യരെല്ലാം ഉദ്ധരിച്ചപ്പോൾ അതിൽ ക്ഷുഭിതരായ ഒരു കൂട്ടം ആളുകൾ വാടക കൊലയാളിയെ വിട്ട്, സമന്ദർ സിംഗിനെ വിട്ട് 54 കുത്തുകൾ കുത്തി നിഷ്കരുണം കൊന്നു. പക്ഷെ അവിടെ ആ മനുഷ്യനോട് യാതൊരു പകയില്ലാതെ ഈശോയെ എന്ന് നിലവിളിച്ചുകൊണ്ട്, ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് ഈ അമ്മ മരിക്കുകയാണ്, അവിടെ രക്തസാക്ഷിണിയാകാണ്. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ റാണി മരിയയുടെ സഹോദരിയായ സിസ്റ്റർ സെൽമി, വിശുദ്ധിയായ ഒരു സഹോദരി, ഈ സമന്ദർ സിംഗ് എന്ന് പറയുന്ന ഘാതകനോട്, അദ്ദേഹം ജയിലിലായി, അവിടെ ചെന്നിട്ട് ക്ഷമ കൊടുത്തുകൊണ്ട് കയ്യിൽ റാഖി അണിയിക്കുന്നു. പിന്നെ ഒരു സാമിയച്ചൻ, ഒരു CMI വൈദികൻ, അദ്ദേഹത്തിൻ്റെ വലിയൊരു ഇടപെടൽ അവിടെ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പാഠങ്ങൾ നന്നായി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം കൂടി ഇടപെട്ടിട്ട് ആ മാതാപിതാക്കളുടെ അല്ലെ കുടുംബത്തിൻ്റെ മുഴുവനും മകനായിട്ട് ഈ സമന്ദർ സിംഗിനെ സ്വീകരിക്കുകയാണ്. എന്തൊരു വലിയ പാഠമാണത്. വസ്തുത്തിൽ ഒരു കാലത്ത് മരിയ കൊരേത്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച അസൂന്ത എന്ന് പറയുന്ന അമ്മ മരിയ കൊരേത്തിയെ കുത്തിക്കൊലപ്പെടുത്തിയ അലക്സാണ്ടറിന് മാപ്പ് കൊടുത്തിട്ട് ഒരു ക്രിസ്മസ് രാവിലെ അലക്സാണ്ടറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഉണ്ണിമിശിഹായെ സ്വീകരിക്കാൻ വേണ്ടി പള്ളിയുടെ നട കയറുന്ന അനുഭവം, അതിൻ്റെ പുനരാവർത്തനമായത്. അതൊന്നും സാധാരണമല്ല. ആർക്കും തിരിച്ചടിക്കാനും പ്രതികാരം ചെയ്യാനും, ഇനി പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നശിച്ചു പോവൻ, ഗുണം പിടിക്കില്ല എന്നെങ്കിലും പറഞ്ഞ് ശപിക്കാനെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ സ്നേഹം പുഷ്പിക്കുന്നത്. ഇത് വലിയൊരു വീരോചിതമായ പ്രവൃത്തിയാണ്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് വീരോചിതമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് റാണി മരിയാമ്മ പുണ്യവതിയായി തീർന്നത്. അതുകൊണ്ട് ആ കുടുംബം മുഴുവൻ ആദരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ജീവിതം, ഒരു വലിയ ഓസ്ട്രേലിയൻ മിഷണറി, അദ്ദേഹത്തെയും മക്കളെയും ഒരു വണ്ടിയിലിട്ട് ചുട്ടുകരിച്ചിട്ട് ആ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് മാപ്പ് കൊടുത്തു എന്ന ആ വലിയ സത്യം എത്ര ആളുകളെ മാനസാന്തരപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മുടെ സമന്ദർ സിംഗിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സമന്ദർ സിംഗ് 100% മാനസാന്തരപ്പെട്ടു. അദ്ദേഹം തൻ്റെ കൊടിയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഈ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ, ഈ ക്ഷമിക്കുന്ന സ്നേഹത്തിന് മുമ്പിൽ വിതുമ്പിക്കൊണ്ട് ആ മാതാപിതാക്കളുടെ കാൽക്കൽ വീണു. അപ്പോൾ ഒരാളുടെ ഹൃദയത്തെ സ്പർശിക്കണമെങ്കിൽ പ്രതികാരത്തിന് പറ്റുകയില്ല. ഒരാളെ മാനസാന്തരപ്പെടുത്തണമെങ്കിൽ പ്രതികാരത്തിന് പറ്റുകയില്ല. ഒരു സമൂഹത്തെ വിശുദ്ധിയിലേക്ക് നയിക്കണമെങ്കിൽ പ്രതികാരത്തിന് പറ്റുകയില്ല. നമ്മുടെ മഹാത്മജിയുടെ കാര്യം, രാഷ്ട്രപിതാവിൻ്റെ കാര്യം തന്നെ എടുത്താൽ അല്ലേ, സായിപ്പിൻ്റെ ഷൂസിന് വല്ലതും പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചിന്ത ദക്ഷിണാഫ്രിക്കയിൽ വെച്ചുണ്ടായ സംഭവം, അതെ, അത് വാസ്തവത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പറ്റിയത് അദ്ദേഹം തന്നെ തുറന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. അത് സുവിശേഷത്തിൽ നിന്നാണ്, മലയിലെ പ്രസംഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ നിന്നാണ് ആ ഒരു വലിയൊരു ആത്മീയ ദർശനം അദ്ദേഹം സ്വീകരിച്ചെടുത്തതെന്ന്. അപ്പോൾ അത് വാസ്തവത്തിൽ ആ ഒരു അഹിംസയുടെയൊക്കെ സിദ്ധാന്തം പോലും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പുറകിൽ ഈ സുവിശേഷത്തിലെ ക്രിസ്തു ദർശനമുണ്ട്. അതായിരുന്നല്ലോ നമുക്ക് സ്വാതന്ത്ര്യം പോലും നേടിത്തന്നത്. അല്ല, ഗാന്ധി തന്നെ പറയുന്നുണ്ട്, അഹിംസ എന്ന് പറയുന്നത് ഏറ്റവും ധീരനായിട്ടുള്ള മനുഷ്യൻ്റെ ആയുധമാണെന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ ക്ഷമയുടെ ഒരു തലം എന്ന് പറയുമ്പോൾ നിലവിലുള്ളൊരു വ്യവസ്ഥയോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരാറുണ്ട്. ഒരു വളരെ നിർമ്മമമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എല്ലാത്തിനോടും ക്ഷമിച്ച് കോംപ്രമൈസ് ചെയ്തു പോവുക. ഇപ്പോൾ സാമൂഹിക തിന്മകളുണ്ടാവാം, അല്ലെങ്കിൽ ആ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് വസ്തുതകൾ സമൂഹത്തിനുണ്ട്. അതിനോടൊക്കെയുള്ള ഒരു കോംപ്രമൈസായിട്ട് കൂടി ചിലപ്പോൾ ചിലരെങ്കിലും ഈ ക്ഷമയെ വായിച്ചെടുത്താൽ അതിനെ തെറ്റു പറയാനായിട്ടൊക്കെ. അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ഉണ്ടായ വ്യക്തിപരമായ സഹനങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ എൻ്റെ സ്വാർത്ഥത്തിനെതിരെ ഉയർന്നവ, അതാണ് എന്നെ മുറിപ്പെടുത്തുന്നത്. അവിടെ ഞാൻ ക്ഷമിക്കുകയാണ്, അത് പ്രധാനപ്പെട്ടതാണ്. അവരെ ഞാൻ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ്.
മറ്റത് ഒരു സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെയുള്ള എൻ്റെ പോരാട്ടമാണ്, എൻ്റെ തിന്മകൾക്കെതിരെയുള്ള പ്രവാചകസ്വരമാണ്. അത് എന്നെ ഹർട്ട് ചെയ്യുന്ന പ്രശ്നമായിട്ടല്ല, അതിനകത്തൊരു ത്യാഗവും സമർപ്പണവും ഉണ്ട്. തിന്മകൾക്കെതിരെ നമ്മൾ സംസാരിക്കണം. ഒരിക്കലും തിന്മകളോട് സമരസപ്പെടാനായിട്ട് പാടില്ല. കോംപ്രമൈസുകൾ ഒരിക്കലും സുവിശേഷാധിഷ്ഠിതമല്ല. സുവിശേഷ മൂല്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ക്ഷമിക്കാനും പറ്റുന്നത്. ക്ഷമിക്കുക എന്നുള്ള പാഠം കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതികാരം ചെയ്യും. അപ്പം സുവിശേഷത്തിലെ സത്യങ്ങൾ കോംപ്രമൈസ് കൂടാതെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പോലും പറ്റുന്നത്. അതുകൊണ്ട് തിന്മകളോട് സമരസപ്പെടാനോ തെറ്റായ പ്രവർത്തികൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാനോ ഉള്ള ഒരു ആശയമല്ല ക്ഷമ. അത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. ഇനി കുടുംബത്തിൽ പോലും വാസ്തവത്തിൽ ഈ ക്ഷമയുടെ പാഠങ്ങൾ എന്തുമാത്രം കുടുംബത്തെ സുഗന്ധമുള്ളതാക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഓർത്ത് നോക്കാം, എന്തുമാത്രം കാര്യങ്ങളിൽ സോറി പറയേണ്ട അവസ്ഥയുണ്ടാകും അല്ലേ? സാറിന് തന്നെ അറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ സോറി പറയേണ്ടി വരുമായിരിക്കുമെന്ന്. അപ്പോൾ സോറി പറയാനായിട്ട് സാധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതാകലാണെന്ന് ചിന്തിക്കുന്നത് വാസ്തവത്തിൽ വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഒന്ന് സോറി പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മഹത്വമാണ്, ഒരു വളർച്ചയാണ്. അപ്പോൾ തീരുന്ന പല പ്രശ്നങ്ങളും അവിടെ തീരാതെ പുകഞ്ഞു കത്തുന്നതുകൊണ്ടാണ് പിന്നെ അത് കുടുംബ തകർച്ചയിലേക്ക്, ചിലപ്പം വിവാഹബന്ധം പോലും വേർപെടുത്തുന്ന അവസ്ഥയിലേക്ക് നിസ്സാര കാര്യങ്ങളൊന്നും ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വരുന്നത്. കൊച്ചു കാര്യങ്ങളൊന്നും ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും സോറി എന്ന് പറയാൻ ഹൃദയം കൊണ്ട്, ഒരു ഫാഷനായിട്ട് പറയുന്നില്ല, ഹൃദയം കൊണ്ട് സോറി എന്നൊന്ന് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു മാപ്പ് ചോദിക്കുക. ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ അത് 100% ക്ഷമിച്ചിട്ട് ആളോട് സ്നേഹത്തോടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റുക, അത് വലിയ കാര്യമാണ്. യൂദാസിനെ അടുത്തിരുത്തി ചേർത്ത് നിർത്തിയ ആ ഹൃദയവിശാലത, ഒറ്റക്കൊടുക്കുന്നവനാണ് അടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുണ്ടായിട്ട് അവസാനത്തെ അത്താഴത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്നോടൊപ്പം ഈ പാത്രത്തിൽ കൈ മുക്കുന്നവൻ, ഈ വീഞ്ഞ്, ഈ തിരുരക്തം സ്വീകരിക്കുന്നവൻ അല്ലേ, എന്നോടൊപ്പം താലത്തിൽ. അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്തിരിപ്പുണ്ട് എന്നുള്ള സത്യമാണ്. എന്നിട്ട് ആ മനുഷ്യനോട് ക്ഷമിക്കാൻ പറ്റുന്ന കർത്താവിൻ്റെ സ്നേഹം. അസത്തിലൊരു ലീനിങ് പൊസിഷനിലാണ് അവർ ഇരിക്കുന്നത്. ലീനിങ് പൊസിഷനിലാണ് യഹൂദ സദ്യകളും വിരുന്നുകളും അന്ത്യത്താഴും ഒക്കെ അങ്ങനെയാണ്. ഒരാളുടെ മാറിലേക്ക് മറ്റൊരാൾ ചാരി കിടക്കുന്ന ഒരവസ്ഥയാണ്. യോഹന്നാൻ ഈശോയുടെ മാറിടത്തിലേക്ക് ചാരിക്കിടന്ന വ്യക്തിയാണെങ്കിൽ ഈശോ ചാരിക്കിടന്നത് യൂദാസിൻ്റെ മാറിടത്തിലേക്ക് തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ അവൻ്റെ കൈ തൊട്ടടുത്തുണ്ട്, എന്നോടൊപ്പം ഈ പാത്രത്തിൽ മുക്കുന്നവൻ, അപ്പം മുക്കുന്നവൻ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എടുക്കാവുന്നൊരു നിഗമനം, ഈശോ യൂദാസിൻ്റെ ഹൃദയത്തിലേക്ക് മാറിടത്തിലേക്ക് ചാരി കിടന്നുകൊണ്ട് തന്നെ ആണ് ഈ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ കൂദാശ സ്ഥാപിച്ചത്, പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എത്രമാത്രം സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നിറയണം എന്നുള്ളതിൻ്റെ നല്ലൊരു പാഠമാണിത്. പോരെങ്കിൽ കൊറിന്ത്യ ലേഖനത്തിലൊക്കെ, 1-ാമത്തെ ലേഖനത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ വെറുപ്പോ വിരോധമോ ഉണ്ടെങ്കിൽ, ശത്രുതയുണ്ടെങ്കിൽ, അകൽച്ചയുണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് തന്നെ പറഞ്ഞു. രമ്യപ്പെടുക. ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ, അതും കർത്താവ് പറയുന്ന വാക്കുകളാണ്, ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം അവിടെ വെച്ചിട്ട് അവനുമായിട്ട് രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് കാഴ്ചയർപ്പിക്കുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ക്ഷമിക്കുക. നമ്മുടെ കുർബാന ആരംഭിക്കുന്നത് തന്നെ അനുരഞ്ജിതരായി തീർന്നിടാമെന്ന ആ ഒരു ഗാനത്തോടു കൂടിയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. കുടുംബത്തിൽ തന്നെ ആരംഭിച്ച് സമൂഹത്തിലേക്ക് വ്യാപിക്കേണ്ട ഒരു വലിയ ക്രൈസ്തവ ദർശനമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതല്ലേ ക്ഷമ? ഇൻറ്റേണലൈസ് ചെയ്യേണ്ട ഒരു സംഗതി. പലപ്പോഴും നമ്മളോട് തന്നെ നമുക്ക് ക്ഷമിക്കാനായിട്ടുള്ള ചില സംഗതികളുണ്ടാവും. ക്ഷമയ്ക്ക് ഒത്തിരി തലങ്ങളുണ്ട് കേട്ടോ. സാർ പറഞ്ഞ് വളരെ ശരിയാണ്. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കണം ആദ്യം. എൻ്റെ ഉള്ളിൽ ഏറ്റവും മുറിവ്, എൻ്റെ ഉള്ളിൽ ഏറ്റവും മുറിവ് കരിയണമെങ്കിൽ ഞാൻ എന്നോട് ക്ഷമിക്കണം ആദ്യം. വാസ്തവത്തിൽ സാത്താൻ പ്രവർത്തിക്കുന്ന അല്ല തിന്മ കടന്നു വരുന്ന ഏറ്റവും വലിയൊരു വിടവാണ് ആന്തരികമായ മുറിവ്. ഒരാളിൽ നിന്ന് ഏറ്റ ഒരു തിന്മയുടെ ആന്തരിക മുറിവ് ഞാൻ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും തിന്മ പ്രവർത്തിക്കുന്നത്. അതുപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രതികരിക്കും, അതുപയോഗിച്ചുകൊണ്ട് ഞാൻ എല്ലാത്തിനും വിലയിരുത്തും. ഈ ആന്തരിക മുറിവ് എന്നിൽ കിടന്നു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള ഒരു തരം പ്രൊജക്ഷനായിട്ട് മാറും. സൈക്കോളജിക്കലി അങ്ങനെ അതിന് ഒരു മാനമുണ്ട്. ഇപ്പോൾ എന്നെ ഒരാൾ ബുദ്ധിമുട്ടിച്ചെങ്കിൽ, ഒരു അമ്മായിയമ്മ പോരൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് വളരെ മനോഹരമായിട്ട് പറയാൻ പറ്റും. കാരണം ഒരു വീട്ടിലേക്ക് കയറി ചെന്ന മരുമകളെ അമ്മായിയമ്മ കഠിനമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അവൾ ഒത്തിരി സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹം കൊടുത്തുകൊണ്ട് ആരംഭിച്ചതിനകത്ത് ഈ വല്ലാത്തൊരു കഠിനമായ കയ്പ് കലർത്തിക്കൊണ്ട് ഈ അമ്മായിയമ്മ അല്ലെ അമ്മ, ആ വീട്ടിലെ അമ്മ വല്ലാതെ പരുഷമായിട്ട് പെരുമാറുന്നു. അത് ഇവളുടെ ഉള്ളിലേറ്റവും ഒരു വലിയ മുറിവുണ്ട്, ആന്തരിക മുറിവാണ്. അവളത് ഉണക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ അമ്മയെ സ്നേഹിക്കാൻ പറ്റുകയില്ല, അമ്മയോട് സന്തോഷത്തോടെ പെരുമാറാൻ പറ്റുകയില്ല. എന്ന് മാത്രമല്ല അത് ഭർത്താവിനോട് പ്രകടിപ്പിക്കും, അത് പ്രൊജക്റ്റ് ചെയ്യും. ആവശ്യമില്ലാത്തതിനും ആവശ്യത്തിലും എല്ലാം ഇറിറ്റേഷൻ കാണിക്കും.
അത് കുടുംബത്തിലെ അസമാധാനം ഉണ്ടാകും. അവിടെയും തീരുന്നില്ല. ഇത് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അത് കഴിഞ്ഞ് അമ്മായിയമ്മയാകുമ്പം അതിന് പകരം വീട്ടും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വലിയൊരു തകർച്ചയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന ഈ ഒരു മുറിവെന്ന് പറയുന്ന ഈ സംഭവം അത് കർത്താവിൻ്റെ തിരുമുറിവിനോട് ചേർത്ത് വെച്ച് സൗഖ്യം പ്രാപിക്കണം. അത് കർത്താവിൻ്റെ കാൽവരിയിലെ മുറിവിൽ നിന്ന് മാത്രമാണ് ആ സൗഖ്യം കിട്ടുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം നൽകുന്ന ഈ ഒരു വലിയ ബലം മറ്റൊരിടത്തും കിട്ടുകയില്ല. ക്ഷമിക്കാനുള്ള ശക്തി കാൽവരിയിലെ കുരിശിൽ നിന്ന് തന്നെ നമ്മൾ സ്വീകരിക്കണം. ഒരു വ്യക്തിയുടെ തന്നെ കുറവുകൾ, അയാളുടെ തന്നെ ചില ബലഹീനതകൾ, ഇതിനോടൊക്കെ ഒരു ക്ഷമാപൂർവമായ ഒരു അനുഭാവപൂർവമായ ഒരു തലം അയാളുടെ ഉള്ളിലുണ്ടാവേണ്ടതല്ലേ? അതാ സാറ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വന്നതായിരുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കണം. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ തന്നെ സ്വീകരിക്കണം. ഇനി മറ്റുള്ളവരിൽ നിന്ന് വരുന്ന പ്രതികാരം അല്ലാതെ തന്നെ മറ്റു ചില കാര്യങ്ങളും എനിക്ക് എൻ്റെ കോംപ്ലക്സുകളായിട്ട് ക്ഷമിക്കാൻ കാണും. എൻ്റെ പൊക്കക്കുറവ്, എൻ്റെ നിറവ്യത്യാസം, എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികൾ, അംഗവൈകല്യമുണ്ട്, അത് എൻ്റെ ശബ്ദം, എൻ്റെ സൗന്ദര്യം, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കമ്പയർ ചെയ്യാൻ മറ്റുള്ളവരുമായിട്ട്. അപ്പോൾ എനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റാവരും അവിടെ. അതിൻ്റെ എല്ലാം പ്രതികരണങ്ങൾ വൈരാഗ്യമായിട്ടും വെറുപ്പായിട്ടും എല്ലാം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കപ്പെടുമെന്നുള്ളൊരു മനഃശാസ്ത്ര തത്വമുണ്ട്. അതും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ആദ്യം ക്ഷമിക്കണം. എന്നോട് ക്ഷമിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തുള്ള സഹോദരങ്ങളോട് ഞാൻ ക്ഷമിക്കണം. അവരോട് ക്ഷമിക്കാനുള്ള കൃപ ദൈവമാണ് നമുക്ക് തരുന്നത്, എന്നോട് ക്ഷമിക്കാനും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിൽ എന്നോട് തന്നെയും സഹോദരങ്ങളോടും ദൈവത്തോടും. അപ്പോൾ ദൈവത്തോടുള്ള ക്ഷമ പൂർണ്ണമാകുന്നത് ഞാൻ എന്നോടും എൻ്റെ സഹോദരങ്ങളോടും കൂടി ക്ഷമിക്കുമ്പോഴാണെന്നുള്ളതാണ് എൻ്റെ സത്യം. പലപ്പോഴും ഈ പ്രതികാര ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ ഉള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള വ്യക്തികളെ തന്നെ ചിലപ്പോൾ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ പരിശോധിക്കുമ്പോൾ ചിലപ്പം ഒരു നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയമാകുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് ഒരു ധ്യാനം കൂടുകയോ ഒരുക്കത്തോടു കൂടി നല്ല ഒരുക്കത്തോടെ ഒരു കുമ്പസാരം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അവരുടെ ഉള്ളിലെ ആ പ്രശ്നങ്ങൾ തന്നോട് തന്നെ ക്ഷമിക്കാനുള്ള അവസ്ഥയിൽ അദ്ദേഹത്തിന് ഹീലിംഗ് കിട്ടുന്നു. അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറി കിട്ടുന്നു. എന്തുകൊണ്ടാണ് ധ്യാനങ്ങളിൽ പലപ്പോഴും ഒരാൾ നന്നായിട്ട് ക്ഷമിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി ധ്യാനം പൂർത്തിയാകുമ്പം അയാൾക്ക് സൗഖ്യം കിട്ടുന്നു? അതിൻ്റെ ഒരു കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ, ഉള്ളിൻ്റെ മുറിവുകൾ സുഖമാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ക്ഷമ കൊടുക്കുമ്പം ദൈവം എന്നെ സൗഖ്യപ്പെടുത്തുന്നു. എൻ്റെ ആന്തരികമായ മുറിവ് മാത്രമല്ല, ബാഹ്യമായ രോഗവും മാറിക്കിട്ടുന്നു. ഇപ്പോൾ ആന്തരികമായ മുറിവുകൾ അകത്ത് കിടക്കുമ്പം അതിൽ നിന്ന് വരുന്ന മാനസിക പ്രശ്നത്തിലൂടെ സ്വാഭാവികമായിട്ടും പലതരം രോഗങ്ങളുണ്ടാകാം. വിവിധങ്ങളായ അപ്രതീക്ഷിതമായ തരത്തിൽ അത് മനുഷ്യനെ ബാധിക്കും, അവൻ്റെ ശരീരത്തെ ബാധിക്കും. മനുഷ്യൻ തന്നെ ഒരു സൈക്കോസൊമാറ്റിക് റിയാലിറ്റിയാണ്. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ അത് ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ ഒക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ അത് വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ സന്തോഷവും സമാധാനവും അയാളുടെ ആരോഗ്യത്തെയും കൂടി ബാധിക്കുന്നൊരു വിഷയമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് കൃത്യമായിട്ട് ഈ ചോദിച്ച ആൾക്ക് മറുപടി കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ എനിക്ക് തോന്നുക നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ്. കൂടുതൽ കർത്താവിനെ അറിയണമെന്നും സ്നേഹിക്കണമെന്നും കുറേ കൂടെ തീക്ഷ്ണമായിട്ട് വിശ്വാസം ജീവിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറയും, നന്നായിട്ട് ഒരുങ്ങി നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല ആത്മശോധനയോടുകൂടി ഒരു കുമ്പസാരം നടത്തിയാൽ, കുമ്പസാരം എന്ന കൂദാശയ്ക്ക് തന്നെ ഒരു ഹീലിംഗ് പവറുണ്ട്. പാപമോചനത്തോടൊപ്പം തന്നെ ഒരു ആന്തരിക സൗഖ്യം അവിടെ കിട്ടും, അതിൻ്റെ കൃപ കിട്ടും. അതോടൊപ്പം തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയമാവുക. നല്ലൊരു പ്രൊഫഷണൽ കൗൺസിലിങ്ങിന് വിധേയമാകുന്നത് നല്ലതാണ്. കാരണം അതൊരു തെറാപ്പി ചിലപ്പോൾ ആവശ്യമായിരിക്കും. എവിടെയാണ് ഈ ഒരു മുറിവുണ്ടായത് എന്നുള്ളത് ആദ്യം എവിടെ തുടങ്ങി എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് ആ ഒരു ഇന്നർ പ്രോബ്ലത്തിൻ്റെ ആ റിയാലിറ്റിയെ ഒന്ന് കണ്ടെത്തിയിട്ട് ഒരു ഹീലിങ്ങിനുള്ള ഒരു ശാസ്ത്രീയമായ ഒരു സമീപനം കൂടി സഹായിച്ചേക്കും. ഇത് രണ്ടും കൂടെ വരുമ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, കാൽവരിയിലെ ആ കുരിശിൻ ചുവട്ടിൽ മനസ്സുകൊണ്ട് പോയി ഒന്നിരിക്കുക. എന്നിട്ട് നമുക്ക് ക്ഷമിക്കാനുള്ള ആ വ്യക്തി, ആ ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആ പാർട്ട്ണറെ കൂടി അവിടെ നിന്ന് കൊണ്ടുവരിക. എന്നിട്ട് കുരിശിൻ ചുവട്ടിലെ ഈശോയുടെ ഭാവനയിൽ വിശ്വാസത്തിൽ കാണുക. കുരിശിൻ ചുവട്ടിലെ ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് ആ വ്യക്തിയുടെ മേലും എൻ്റെ മേലും കർത്താവിൻ്റെ തിരുരക്തം അവിടെ നിന്ന് ഒഴുക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശോ കൊടുത്ത ക്ഷമയെ പ്രതി ഈശോയുടെ നാമത്തിൽ ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുക. ആ ഒരു പ്രാർത്ഥനാ രീതിയിലൂടെ തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ കർത്താവിൻ്റെ വലിയ കൃപ ആ മനുഷ്യനിലേക്ക് നമ്മളിലേക്ക് ഒഴുകും, ആ വ്യക്തിയിലേക്ക് ഒഴുകും. എൻ്റെ മുറിവുകളെ
കർത്താവിൻ്റെ തിരുമുറിവുകളോട് ചേർത്ത് വെക്കണം. ആ കാൽവരിയിലായിരുന്നു കൊണ്ട് തിരുമുറിവുകളോട് ചേർത്ത് വെക്കുക. ആ തിരുമുറിവുകൾ എന്നെ സൗഖ്യപ്പെടുത്തും. അങ്ങനെയൊരു കർത്താവ് തന്നെ വൂണ്ടഡ് ഹീലറാണ്. അവിടുന്ന് വൂണ്ടഡ് ഹീലറാണ്. അപ്പം മുറിവേറ്റ സൗഖ്യദായകനാണ്. മുറിവേറ്റ സൗഖ്യദായകൻ്റെ അടുത്ത് ചെന്നിരുന്നു കൊണ്ട് എൻ്റെ മുറിവുകൾ തൊടാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് തൊടും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടും. അപ്പോൾ വലിയ സമാധാനവും സന്തോഷവും എല്ലാം അനുഭവിക്കാൻ പറ്റും. അതിലൂടെ ആരോഗ്യം വർദ്ധിക്കും, സമാധാനം വർദ്ധിക്കും, ദൈവത്തെ ആഴത്തിൽ അനുഭവിക്കാൻ പറ്റും, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാ തരത്തിലും അനുഗ്രഹം ഉണ്ടാകും. ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഓരോ ദിവസവും നമ്മൾ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു ഒരു 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 ഒരുക്കം നടത്തേണ്ടത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. അത് ചെയ്യുന്നുണ്ടാവും. കൂടുതലായിട്ട് ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥമായ ആത്മീയ ശ്രമത്തിലൂടെ നിശ്ചയമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ച് വലിയ ഒരു തീക്ഷ്ണതയോടു കൂടിയ വിശ്വാസ ജീവിതം നയിക്കാൻ, വലിയ സമാധാനം സന്തോഷം അനുഭവിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിന് ദൈവം ആ വ്യക്തിയെയും സമാനമായ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്ഷമിക്കുന്ന സ്നേഹം, ദൈവിക ഭാവം നമുക്ക് ക്ഷമിക്കാൻ കഴിയട്ടെ, നമ്മളോട്, ചുറ്റുപാടുകളോട്, സഹോദരനോട്. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.